നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ പുതിയ കഥയായ നിധിയുടെയും സുഭാഷിന്റെ സുധീഷിന്റെ ഒക്കെ കഥ ഞാൻ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുതൽ അത് കാണാൻ ഇഷ്ടമുള്ളവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിയുടെ ഫോണിലേക്ക് SI വിളിക്കുകയാണ്. ഈ സമയം സച്ചി ഓർത്തു, ചിലപ്പോൾ രേവതിയെ ആക്സിഡന്റ് ആക്കിയവർക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടാണോ, ഇനി അവരെ പിടികൂടിയോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സച്ചി കോൾ എടുക്കുന്ന. എന്താ സാർ, എന്താ കാര്യം? അതെ, നീ പോലീസ് സ്റ്റേഷൻ വരണമെന്ന് പറഞ്ഞോന്ന് പറയണ. എന്താ സാർ കാര്യം? അതെ, നിങ്ങളുടെ ഭാര്യയെ ആക്രമിച്ചവരെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്ന് പറയണ. പോലീസ് പിടികൂടിയോ? അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ അത് ആരാന്നറിയണമല്ലോ. ആന്റിയുടെ തന്നെയാണ്. ആന്റിനെ ആയിരിക്കും ചിലപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആ സമയത്ത് രേവതിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ രേവതി ഭയങ്കര ആലോചനയില്ല. എന്ത് പറ്റും മോൾ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? ഒന്നുമില്ല അച്ഛാ, എനിക്കറിയാം മോളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നു കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയാണ്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അത് എൻ്റെ കാല് ആക്സിഡന്റ് ആക്കിയത് ആ ആന്റണിയാന്നാ പറയണേ. ആര്? ആ ഗുണ്ട ആന്റണിയോ? അതെ, അവൻ തന്നെയാന്ന്. സച്ചിയേണ്ണ സംശയമുണ്ട് പോലും. സച്ചിയേണ്ണ അവനെ ഒന്ന് പോയി കൈകാര്യം ചെയ്തു. എന്നിട്ട് സച്ചിയേട്ടന് നല്ല ദേഷ്യത്തിലാ. സച്ചിയേട്ടൻ അതുകൊണ്ട് തീർന്നില്ല. ഇനി എനിക്ക് പേടിയുണ്ട്, ചിലപ്പോൾ അവൻ ഇനിയിപ്പോൾ സച്ചിയേട്ടൻ്റെ പിന്നാലെ എങ്ങാനും കൂടുമെന്ന്. അവന് കുറെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, മോളെ സച്ചി വരും, നീ അവനോട് പറയണം. എന്തേ ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഒന്നും പോവണ്ടെന്ന്. ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പാ. അങ്ങനെയാണെങ്കിൽ അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. ദേവതി പറഞ്ഞു, ഞാൻ സച്ചേണ്ണനോട് പറഞ്ഞ അച്ഛാ, പക്ഷെ സച്ചേണ്ണൻ അനുസരിക്കുന്നില്ല. സച്ചേണ്ണൻ ഒരു ഭയവും ഇല്ല. മോളെ ഈ സമയത്ത് നമ്മളങ്ങനെ സംശയിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ടോ കാര്യമില്ല. ഇപ്പം മോൾക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് അവനോട് എത്ര പറഞ്ഞാലും ഞങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. മോളൊരു കാര്യം ചെയ്യാം, അവൻ വരുമ്പോൾ മോള് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിനി അമ്മയെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട, അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ പറയും അവൻ്റെ കൈയും കാലും പോയി തല്ലി ഓടിക്കാനേ പറയുള്ളൂ. വേണ്ടച്ച, അത് പറയേണ്ട കാര്യമില്ല. ശരി, ഒന്ന് സൂക്ഷിക്കാൻ പറയാൻ നല്ലതാ. കാരണം ഒന്നും പോകാനില്ല. പക്ഷെ സച്ചിയുടെ കാര്യം അങ്ങനെയല്ല, അവനൊരു കുടുംബമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് രേവതിക്ക് ടെൻഷനായി. ദൈവമേ, ഇനി ആന്റണി എങ്ങാനും പ്രതികാര ചിന്തയായിട്ട് വരുമോ? ആന്റണിയുടെ ഓഫീസിൽ കയറിയിട്ടാണ് അവനെ തല്ലിയിരിക്കുന്നത്. സച്ചിയേട്ടൻ പോകുന്ന വഴിക്ക് സച്ചിയേട്ടന് വല്ല ആപത്തുണ്ടാവുമോ എന്നൊക്കെ രേവതി ഭയന്നു. അതേസമയം സച്ചി സന്തോഷത്തോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അപ്പൊ ആരാ എന്താന്നും അറിയത്തില്ല, ആരെയാ പിടികൂടിയേക്കെന്നും അറിയത്തില്ല. ആന്റണിയാണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി വന്നു. കയറുന്നപ്പം കോൺസ്റ്റബിൾ ചോദിച്ചു, എന്താ? അതെ, SI സാറിനെ കാണുമെന്ന് പറയണം. അങ്ങനെ SIയുടെ അടുത്തേക്കുന്നു. അല്ല സാറേ, എൻ്റെ ഭാര്യയെ ആക്രമിച്ചവരെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞല്ലോ, ആരാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും SI പറഞ്ഞു, അതെ അതെ, നിന്റെ ഭാര്യയെ ആക്രമിച്ചെന്ന് നീ പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വെറുതെ അല്ല വന്നേ, അവരുടെ ശരീരത്താകമാനം പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീ ആക്രമിച്ചെന്റെ. ഞാൻ ആക്രമിച്ചെന്നോ? അവരൊരു പരാതിയും കൂടെ കൊണ്ടു തന്നു. പരാതി? എന്ത് പരാതി സാറേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരു ആന്റണി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അവൻ എന്തിനാ വന്നതെന്നറിയോ? നീ അവനെ തല്ലിച്ചതച്ചെന്ന്. പോരാത്തന്നെ അവന്റെ ഓഫീസിലേക്ക് വന്ന അവന്റെ ഒരു കസ്റ്റമറെ, ഒരു സ്ത്രീയെ നീ തല്ലിച്ചതച്ചില്ലടാ. അവരുടെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. സാറേ, അത് പച്ചക്കള്ളോ പറയണേ? കള്ളവോ? എടാ, അവരുടെ കയ്യിലൊക്കെ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതുപോലെ തന്നെ ആന്റണിക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. നീ അവരുടെ ഓഫീസിൽ കയറി തല്ലിയെന്നാ പറയണേ. അവർ കംപ്ലൈന്റ് കൂടെ തന്നിട്ടുണ്ട്. അല്ല സാറേ, ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ല. അവനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ ഭാര്യനെ ആക്സിഡന്റ് ആക്കിയത്. എടാ, അങ്ങനെയാണ് നിയമം കയ്യിലെടുക്കേണ്ട കാര്യം നിനക്കില്ല. അങ്ങനെ അവനാ ചെയ്തതെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു കംപ്ലൈന്റ് കൂടെ തന്നാൽ പോരായിരുന്നോ? പകരം നീ അവനെ കയറി ആക്രമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ നീ നിയമം കയ്യിലെടുത്ത് നീ വലിയ ആളാവാൻ നോക്കിയതല്ലേ? സച്ചി പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഇല്ല സാറേ. അവനൊരു പക്ക ഫ്രോഡാണ്. അവന് എൻ്റെ ഭാര്യയോട് ദേഷ്യമുണ്ട്, എന്നോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എങ്ങനെയൊക്കെ ചെയ്തേ. കഴിഞ്ഞ തവണ അവൻ്റെ വീട്ടിൽ കയറി ഗുണ്ടായസം കാണിച്ചായിരുന്നു. അപ്പം ഞാൻ അതിനെ എതിർത്തു. അപ്പം അതിൻ്റെ ദേഷ്യം അവൻ എൻ്റെ ഭാര്യയോട് തീർത്തേ. എടാ, നീ ഈ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? പക്ഷേങ്കിൽ അവർ കൊണ്ടുവന്ന് പരാതി ചെയ്താൽ നിനക്കതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, സാറേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സാറിന് വേണമെങ്കിൽ ആരുടെയും ചോദിക്കാം. അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ
നിന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് പറ്റില്ലോ. എന്താ സാറേ പറഞ്ഞ അറസ്റ്റ് ചെയ്യാനോ? അതൊന്നും പറ്റില്ല. എന്താടാ അറസ്റ്റ് ചെയ്താല്? സാറേ, ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. സച്ചി ആ കൈ അങ്ങോട്ട് കുതിർച്ചു. ആഹാ, നീ അത്രയ്ക്കാണെന്ന് പറഞ്ഞിട്ട് SI സച്ചിനെ അടിക്കാനായിട്ട് കൈ ഒങ്ങി. സച്ചി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ഇത് സാറേ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഓഹോ, നീ SIയുടെ കൈ തടയുന്നോ? നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞിട്ട് ബാക്കി പോലീസുകാരോട് പറഞ്ഞു, ദേ ഇവരെ പിടിച്ചാൽ ലോക്കപ്പിലേക്ക് ഇടാൻ പറയണ. സച്ചി പറഞ്ഞു, സാറേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നീ എന്റെ കയ്യെ കയറി പിടിച്ചില്ലേ? അതിനാരാ നിനക്ക് അധികാരം തന്നേ? നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഞാനൊരു SI ആന്നുള്ള ചിന്തയും നിനക്കില്ലേ? എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറഞ്ഞു. വെറുതെ അല്ലടാ, നീ ആ ആന്റണി ഉപദ്രവിച്ചെന്നുള്ള കാര്യം ഇപ്പൊ തെളിവ് സാധ്യത എനിക്ക് മനസ്സിലായി. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആൾക്കാരുടെ നേരെ നീ കൈപൊക്കുന്നവനാ. നീ അവിടെ കിടക്ക്. അങ്ങനെ ഇപ്പൊ നീ പുറത്തു പോണ്ട. ഇതിനുള്ള ശിക്ഷ നിനക്കിട്ട് ഞാൻ തരാന്ന് പറയണം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, സാറേ എന്നെ പറഞ്ഞു വിട്. എന്റെ ഭാര്യയ്ക്ക് വയ്യാതിരിക്കുക. അവളുടെ കാല് ഒടിഞ്ഞിരിക്കുന്ന അവളെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണായിരുന്നടാ. ഗുണ്ടായസം കാണിച്ചിട്ടല്ല. ആ പെണ്ണിന്റെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുക. പിന്നെ നിനക്കെതിരെ നല്ല ശക്തമായ കംപ്ലൈന്റ് അവർ തന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് മനസ്സിലായ ട്രാപ്പാന്ന്. ആന്റണി പണി തന്നേക്കുന്നതാണ്. ആന്റണി തന്നെ മനഃപൂർവ്വം കൊടുക്കാണ്ട് ചെയ്ത കാര്യങ്ങളാണ്. എന്ത് ചെയ്യണം സച്ചിക്ക് അറിയില്ല. താൻ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇവര് വിശ്വസിക്കാനും പോകുന്നില്ല. സച്ചിക്ക് ഭയങ്കര ടെൻഷനായി. ദൈവം രേവതിയുടെ കാര്യം ഓർത്തിട്ടായിരുന്നു. രേവതിയാണ് ആകെപ്പാടെ പറഞ്ഞ വേണ്ടായിരുന്നു സച്ചേട്ടാ, ആന്റണിയെ തല്ലാനൊന്നും പോകണ്ടായിരുന്നു. പക്ഷെ അവനെ തല്ലിയതുകൊണ്ടല്ല കുഴപ്പം. രേവതിയുടെ കാര്യം ഓർത്തിട്ടാണ് സച്ചിക്ക് ഭയങ്കര ടെൻഷൻ. രേവതിക്ക് വയ്യാത്തതും കൂടെ രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ താനോട് വേണം. പിന്നെ അച്ഛമ്മ വന്നുകൊണ്ട് കുറച്ചൊക്കെ ഒരു ആശ്വാസമുണ്ട്. ആ സമയം സച്ചിയെ കാണാതെ വന്നപ്പോഴത്തേന് രേവതി ഓർത്തു, സച്ചിയുടെ ഓട്ടം പോയിട്ട് ഇതിലായിട്ടും വിളിച്ചില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് രേവതി ഇരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ എങ്ങോട്ട് വന്നു. എന്താ മോളെ? അല്ല സച്ചിയാണ് ഇതിലായിട്ടും വന്നില്ല അച്ഛമ്മേ. അല്ല അവൻ താമസിക്കുന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. എനിക്ക് പിന്നെ ഒന്ന് വിളിച്ചു നോക്കാൻ വരായിരുന്നോ? രേവതി വിളിച്ചു നോക്കി, കോൾ എടുക്കുന്നില്ല. സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ലോ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവന് ഓട്ടത്തിലും ആയിരിക്കും. നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അവൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അല്ല താമസിക്കുമെങ്കിൽ സച്ചിയേടൻ വിളിച്ചു പറയുന്ന. അതൊക്കെ കേട്ടപ്പം കലാവതീച്ചും ഓർത്തു, പിന്നെ അവൻ ഇത് എവിടെ പോയി എന്നൊക്കെ ഓർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തം വർഷം അങ്ങോട്ട് വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരോടും രേവതി കാര്യങ്ങൾ പറയണ. സച്ചിയാണ് ഇതിലായിട്ട് ഓട്ടം പോയിട്ട് വന്നിട്ടില്ല എന്നൊക്കെ. ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ രേവതേച്ചിക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ പോരെ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. ഞാനെന്നാ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിളിക്കുകയാണ്. ശ്രീകാന്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലയ്ക്ക് കോൾ എടുക്കുന്ന പോലീസുകാരനാണ്. അപ്പൊ സച്ചിയുടെ ഫോണൊക്കെ പിടിച്ചു മേടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ശ്രീകാന്ത് ചോദിച്ചത് ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയണേ, സച്ചി പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് അറിയുന്നത്. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. സച്ചിയുടെ പോലീസ് സ്റ്റേഷനിലോ? എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് കിട്ടിയ പരാതിയെക്കുറിച്ചൊക്കെ അയാൾ വിസ്തരിക്കുക. കോള് കട്ട് ചെയ്ത് ഇപ്പൊ രേവതി ചോദിച്ചു, എന്താ ശ്രീകാന്ത്, എന്താ കാര്യം എന്താ? അതെ, സച്ചേട്ടൻ ലോക്കപ്പിലാന്ന്. ലോക്കപ്പിൽ എന്തു പറ്റി? ആ ആരോ കയറി ആക്രമിച്ചെന്ന്. അത് മാത്രമല്ല ഏതോ പെണ്ണിന്റെ കൈയൊക്കെ തല്ലി ഒടിച്ചെന്നാ പറയണേ. സച്ചിയാണോ? അങ്ങനെ ഒരിക്കലും സച്ചിയേട്ടൻ ചെയ്തിട്ടില്ല. ആ ആന്റണിയുടെ ഓഫീസ് ഇന്നലെ കയറി അവിടെ വെച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിൽ കയറിയിട്ട്. അല്ലാതെ സച്ചിയേട്ടൻ പെണ്ണുങ്ങളൊന്നും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അതവൻ കള്ളപ്പരാതി കൊടുത്തായിരിക്കും. കള്ളപ്പരാതിയാണ്. പക്ഷേ എങ്കില് ഇപ്പൊ സച്ചിയേട്ടൻ ലോക്കപ്പിലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു, ദൈവമേ ഇനിയിപ്പോ എന്ത് ചെയ്യും? രേവതി പറഞ്ഞു, എനിക്ക് എന്തെയാണെന്ന് അറിയില്ല അച്ഛമ്മേ. എന്റെ കാല് ശരിയായിരുന്നെങ്കിൽ ഞാനിപ്പോ ചെന്നേനെ സച്ചിയേട്ടനെ എങ്ങനെയല്ലേ ഇറക്കിക്കൊണ്ട് വന്നേനം. അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ ഇവിടെ ഉള്ളേ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അവൻ ലോക്കപ്പിൽ കിടക്കാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ അവനെ പോയി ഇറക്കിയോളാം. മോള് ധൈര്യമായിട്ടിരിക്കുക. അല്ല അച്ഛമ്മ, അച്ഛമ്മ തന്നെ അതൊന്നും കാര്യമാക്കണ്ട. എടാ ശ്രീകാന്തേ, നീയും കൂടെ വാടാന്ന് പറയണം. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറയണം അച്ഛമ്മയ്ക്ക് കൂട്ടായിട്ട്. അങ്ങനെ അവരും മൂന്നുപേരും കൂടെ സച്ചിനെ ഇറക്കാനായിട്ട് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്ന